അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം അല്ലാതിക്ക് മുന്നും ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നത് തന്നെയാണ്. ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ അത്തരത്തിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇപ്പോൾ നമുക്ക് ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളതും. അപ്പോൾ അദ്ദേഹത്തോട് അത് പറയുമ്പോഴാണ് മറ്റുള്ള പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി വഴിയല്ലാതെയും ഇപ്പോൾ ഈ വേലായുധൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വീട് ലഭിച്ചു. അത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ള ജനങ്ങൾ അറിയുകയും ചെയ്തു ഇത് ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ മറ്റുള്ള ജനങ്ങൾക്ക് അറിയാനും കൂടെ സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെ ഈ സമൂഹം ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം ഒരു MP, നമ്മളൊക്കെ കണ്ടിരുന്ന MP ഏതെങ്കിലും ഉദ്ഘാടന പരിപാടികളിൽ മാത്രം വന്നു പോകുന്നു, പിന്നെ നിവേദനങ്ങളുമായി അവരുടെ പുറകിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിപ്പോൾ ജനങ്ങളോട് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു MP വന്നു എന്നുള്ളത് തന്നെ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുള്ളതാണ്. ഇതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമസ്കാരം. കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചു വരുന്ന കലുങ്ക് സൗഹൃദ ചർച്ച ഇത് ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? രശ്മി. ചേച്ചി, ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ കലുങ്ക് സൗഹൃദ ചർച്ച ഇത് പുള്ളെന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അതിൽ വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു നിവേദനം കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ അത് സുരേഷ് ഗോപി ആ ഒരു സമയത്ത് സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, എനിക്കല്ല ഇത് ചെയ്യാനുള്ള അധികാരം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന വിഷയം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അത് ശരിയാണോ തെറ്റാണോ? ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിലെന്താ? അത് സുരേഷ് ഗോപി സാർ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അത് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമാണ്. അതിൻ്റെ പുറകിൽ കളിച്ചതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ഈ വലിയ പ്രചരണം സുരേഷ് ഗോപിക്കെതിരെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി BJP വിരുദ്ധരും സുരേഷ് ഗോപി വിരുദ്ധരും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിക്ക് ജനങ്ങളുടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇമേജിൽ ഒരു കോട്ടവും സംഭവിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും യാതൊരു മാറ്റങ്ങളും സംഭവിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ക്ഷീണവും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം അല്ലാതിക്ക് മുന്നും ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നത് തന്നെയാണ്. ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ അത്തരത്തിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപടിയോട് ജനങ്ങൾക്ക് എന്തായാലും ഒരു യോജിപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആ ഒരു കലുങ്ക് സൗഹൃദ ചർച്ചയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ്. BJP അധികാരത്തിലെത്തുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ്. എങ്കിൽ പോലും സാധാരണക്കാരായ ജനജീവിതങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയ നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമോദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന് നേരിട്ട് പ്രശ്നങ്ങൾ പഠിച്ച് അതിന് കഴിയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടിയുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുക തന്നെ ചെയ്യും. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ധന്യ. ചേച്ചി, ഇപ്പോൾ ഈ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലുങ്ക് സൗഹൃദ സംവാദം ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവരുടെ പരാതി നേരിട്ട് പറയുമ്പോൾ ആളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആൾ തീർച്ചയായിട്ടും അത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് പൊതുസമൂഹം അറിയുകയാണ്. ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇപ്പോൾ നമുക്ക് ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളതും. അപ്പോൾ അദ്ദേഹത്തോട് അത് പറയുമ്പോഴാണ് മറ്റുള്ള പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി വഴിയല്ലാതെയും ഇപ്പോൾ ഈ വേലായുധൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വീട് ലഭിച്ചു. അത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ള ജനങ്ങൾ അറിയുകയും ചെയ്തു ഇത് ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ മറ്റുള്ള ജനങ്ങൾക്ക് അറിയാനും കൂടെ സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രൗണ്ട് തലത്തിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാഹചര്യം അനുഭവിക്കുന്നുണ്ടോ?
ഒത്തിരി ഞങ്ങൾ അതായത് ഞങ്ങൾക്കും എന്താ പറയുക ഞങ്ങൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടും മാനസികമായി തളർത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ജനങ്ങളിലുള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ തടയിടാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരിഹാരം എന്നുള്ളത് നിങ്ങളൊരു കാഴ്ചപ്പാടിൽ എന്താ? ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ വിജയിച്ച് ഭരണത്തിൽ വരണം. മുനിസിപ്പാലിറ്റിയുടെ ഭരണം BJPക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ്. അതിനുശേഷം വരുന്ന നിയമസഭാ ഇലക്ഷന് നമുക്കൊരു MLA കൂടി വന്നു കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾക്ക് വികസനം ജനങ്ങൾക്ക് വരികയും ചെയ്യും, എല്ലാത്തിനും ഒരു മറുപടി ആയിട്ട് മാറുകയും ചെയ്യും. അത് ചേട്ടാ നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? പേര് ചെയ്തായിരുന്നു. ചേട്ടാ ഇപ്പോൾ ഈ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലുങ്ക് സൗഹൃദ ചർച്ച, ഇത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ LDFും UDFും വലിയ രീതിയിലുള്ള ഒരു വിമർശനം കഴിഞ്ഞ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട്. വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ നിവേദനം വാങ്ങിയില്ല എന്നുള്ള സംഭവത്തിൽ ഇങ്ങനെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എക്കാലത്തും വിമർശനങ്ങളുമായിട്ട് മാത്രം മുമ്പോട്ട് പോകുന്നവരാണ്. കാരണം അവർക്ക് പ്രവൃത്തി ചെയ്തോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചോ വലിയ പരിചയമൊന്നുമില്ല. അത് ഭരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. വേലായുധനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതൊരു വിവാദത്തിലേക്ക് നയിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് സംശയം. കാരണം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ദുരന്തത്തിലുണ്ടാകുന്ന വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കുക. നമുക്കറിയാലോ, ഒരു തെങ്ങ് വീണു അല്ലെങ്കിൽ ഒരു മരം വീണു വീട് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസ് വഴി നഗരസഭയെ അറിയിക്കുക, നഗരസഭ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള നടപടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വീട് പൂർണ്ണമായി തന്നെ 100% കണക്കിലെടുത്തുകൊണ്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് സെക്ഷൻ അതിൻ്റെ നടപടികളായിട്ട് മുമ്പോട്ട് പോകും. അവർക്ക് വീട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊരു കേന്ദ്രമന്ത്രിയുടെ അദ്ദേഹത്തിന് അതൊരു വിവാദത്തിൽ കൊണ്ടുവരേണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹം ആ നിവേദനം നിരസിക്കുകയല്ല ചെയ്ത്, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, നിങ്ങൾ അവിടെയാണ് സമീപിക്കേണ്ടതാണ്. ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അത് UDFിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ KV തോമസ് ഉൾപ്പെടെ നമ്മുടെ AK ആൻ്റണി ഉൾപ്പെടെ മന്ത്രിമാരുണ്ടായിട്ട് ഒരാൾ പോലും ഇത്തരത്തിൽ അത് നാട്ടിലെ ജനങ്ങളെ കണ്ട് സംവദിക്കാനോ അവരുടെ ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ചോദിച്ചറിയാനോ തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടൊരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു MP തയ്യാറായി അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു കാര്യം പരിശോധിക്കാം. ഇന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹം അതിന് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിന് പകരം 6 മണിയോടടുത്ത് ഇവിടുത്തെ ജനങ്ങളോട് സംവദിക്കാൻ വരുന്നു, സംസാരിക്കുന്നു. ആ ജനങ്ങളത് പറയാൻ വരുന്നു, കേൾക്കാൻ വരുന്നു. അത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് പ്രയോജനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ LDFിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് കൊടുങ്ങല്ലൂർ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കേന്ദ്രമന്ത്രി വന്ന് BJP പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒരു കേന്ദ്രമന്ത്രി വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ലക്ഷ്യം BJPക്ക് ഉണ്ടെന്നും NDAക്ക് ഉണ്ടെന്നും അത് കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP വരുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കും. ചെയ്യാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. ഒരു കേന്ദ്രമന്ത്രി വന്ന് കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ശാലിനി. ചേച്ചി, ഇപ്പോൾ ഈ സുരേഷ് ഗോപി വന്ന് ഇവിടെ ഈ സൗഹൃദ കലുങ്ക് ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദം നടത്തുന്ന സമയത്ത് അത് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് നിങ്ങളടക്കമുള്ള ഇവിടുത്തെ ആളുകൾക്ക് അതൊരു പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം എന്താ? കാരണം ഇത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെ ഈ സമൂഹം ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം ഒരു MP നമ്മളൊക്കെ കണ്ടിരുന്ന MPകൾ ഏതെങ്കിലും ഉദ്ഘാടന പരിപാടികളിൽ മാത്രം വന്നു പോകുന്നു, പിന്നെ നിവേദനങ്ങളുമായി നമ്മൾ അവരുടെ പുറകിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിപ്പോൾ ജനങ്ങളോട് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു MP വന്നു എന്നുള്ളത് തന്നെ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുള്ളതാണ്. ഇതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം BJP ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ BJPക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇത് തുടർന്നുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ പലതരത്തിലുള്ളതാണ്. അതൊരു പക്ഷേ ഒരു സാധാ ജനപ്രതിനിധിയോട് പറയുന്നതിന് ഉപരി അതിന് മുകളിലേക്കുള്ള ആളുകളോട് പറഞ്ഞ് പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും എന്നുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് അത് ആക്കം കൂട്ടുന്നതാണ്. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? രേഖ. ചേച്ചി, ഇപ്പോൾ ഈ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലുങ്ക് സൗഹൃദ സംവാദം,
ഇതിപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലൊരു ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം പുള്ളെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വേലായുധൻ എന്ന് പറയുന്ന ആളുടെ നിവേദനം ഈ സംവിധാനത്തിൽ സുരേഷ് ഗോപി വാങ്ങിയില്ല എന്നുള്ളൊരു സംഭവമാണ്. അത് വലിയ നെഗറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ വഴിയെല്ലാം മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ശ്രമിച്ചിരുന്നു. അത് സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? സുരേഷ് ഗോപിനെ ബാധിക്കുന്ന വിഷയമല്ല അത് നല്ല കാര്യമാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്തത് കാരണം കൊണ്ടാണ് ഇപ്പം ആൾക്ക് ഇന്ന് ആ വീട് കിട്ടിയത്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അല്ല, അത് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഈ സുരേഷ് ഗോപിക്കെതിരെ വലിയ ആരോപണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ബാധിക്കുമോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് പുള്ളിക്ക് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ LDFും UDFും അവർ നിരന്തരമായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും.